ലിജി വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ കറി ഒരു സ്പെഷ്യൽ കറിയാക്കാം. നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. കൊഴുവ ക്ലീൻ ചെയ്ത് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ചേക്കാട്ടോ. നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കണത്. പിന്നെ കുറച്ച് പുളിവെള്ളം, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, 3-4 സവാള പൊടി അരിഞ്ഞത്, ഇഞ്ചി, വേപ്പില, തക്കാളി, മുളക്, മല്ലി, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ അരച്ചെടുത്തേണ്ട, മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചെടുത്തേണ്ട, വറുത്തരച്ചേണ സ്പെഷ്യൽ കറിയാണ്. തമിഴ്നാട് സ്റ്റൈലിൽ അറിയാവുന്നത്. നമുക്ക് കടുകിടാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്. വെളുത്തുള്ളി ഞാൻ ഇതിൽ അരച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ കറി വയ്ക്കുമ്പോൾ ഇതിൽ കൂടെ ചേർക്കാതെ. പിന്നെ ഇഞ്ചിയും വേപ്പിലയും. നമുക്ക് സവാളയോ ചെറിയ ഉള്ളി എന്നിട്ട് രണ്ടും കൂടെ ചേർത്തക്കണേ ഉണ്ടാവും. ചെറിയ ഉള്ളി സവാളയും കൂടെ മിക്സാണ്. ഇത് നമുക്കിത് സവാളയും ഉള്ളി അധികം വേണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതോ വെളുത്തുള്ളി പേസ്റ്റോ ചേർക്കാം. സവാള നല്ലപോലെ വഴണ്ട് തന്നെ. ഈ കറി വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഓയിൽ ചേർക്കരുത്. വെളിച്ചെണ്ണയിൽ ചെയ്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവൂ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് വയ്ക്കാം. ഭയങ്കര സ്ലോയാണ് കത്തുന്നത്. സവാള വഴണ്ട് കഴിഞ്ഞാൽ പെട്ടെന്നാവും കേട്ടോ നമുക്ക്. പിന്നെ അരപ്പൊക്കെ നമ്മൾ വറുത്തരച്ച് വെച്ചൊക്കെയാണ്. സവാള ഒന്ന് വഴണ്ട് വരാം. പച്ചമണമൊക്കെ മാറി ഒന്ന് വാടി കിട്ടണം. അതിന് നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു സ്മെല്ലായിട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഉപ്പറഴിക്കും.
സവാള നല്ലപോലെ വഴണ്ടട്ടോ. നമുക്ക് വറുത്തരച്ച് വെച്ചേക്കുന്നത് അരപ്പിൻ്റെ ഒന്നും കൂടെ പറയാവേ. മുളക്, മല്ലി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, മഞ്ഞൾപ്പൊടി ഇത്രയും കൂട്ടി നല്ലപോലെ വറുത്ത് അരച്ചിട്ടേക്കണേ. നമുക്ക് ഇതിൻ്റെ അകത്ത് തക്കാളി, വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്. നല്ല ടേസ്റ്റ് ആട്ടോ. പെട്ടെന്ന് ഒരു പാക്കറ്റ് കൊഴുവൊക്കെ മേടിച്ച് ഇതുപോലെ ചെയ്യാട്ടോ. ചെറിയ ഉള്ളി ആണെങ്കിൽ തനിച്ച് ചെറിയ ഉള്ളി ചേർക്കാം. അതല്ലാതെ ഉണ്ടെങ്കിൽ സവാളയുടെ ഒപ്പം കുറച്ച് ചെറിയ ഉള്ളി കൂടി അപ്പം നമുക്ക് ഇത്തിരി കൂടി ടേസ്റ്റാണ്. നമുക്ക് ഇത് അരപ്പൊന്ന് പച്ചമണം മാറാനില്ല. വറുത്തരച്ച സാധനങ്ങൾ. പിന്നെ നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് വാളംപുളി കേട്ടോ. കഴുകിയെടുക്കാം. നമുക്ക് നോക്കാവേ. നല്ല ടേസ്റ്റ് കേട്ടോ. ഒരുപാട് ചാറ് വയ്ക്കില്ല കേട്ടോ. കുറച്ചൊക്കെ കൂടെ വേണേ. നമുക്ക് ഈ കൊഴുവ നല്ല പോലെ തിളച്ച വെള്ളത്തിൽ കഴുകി എടുത്തേക്കാം കേട്ടോ. കൊഴുവ വറക്കണമോ? വറക്കണേ? വറക്കാം. നിനക്ക് എങ്ങനെ? അതേനെ കറിയിലിടുന്ന വറക്കണോന്ന് ചോദിച്ചാ എന്താണ് വറുത്തിട്ട് ഇടണോന്നാ ചോദിച്ച. തന്നെ മട്ടുമ്പോ ഒക്കെ മാറും. അപ്പൊ നമുക്കിവിടെ സാധാരണ ഇത് വെക്കുന്നത് പച്ചക്ക് ഇട്ടിട്ടാണ് വെച്ച് കണ്ടേക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ. പക്ഷെ നമ്മളിത് ഒന്ന് വറക്കാൻ പോകും, ഫ്രൈ ചെയ്തെടുക്കാൻ പോകും. ഇവിടെ ഒരാൾക്ക് പച്ചനെ ഇഷ്ടമല്ല. നമുക്കിതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറക്കാം. ഇവിടെ ഗ്യാസ് അടുപ്പൊക്കെ കത്തുന്നില്ലായിരുന്നു കേട്ടോ. നന്നാക്കിയതാണ്. 250 രൂപ കൊടുത്ത് നന്നാക്കി. പക്ഷെ നന്നാക്കിയത് 2 ദിവസം കത്തി നല്ല സുന്ദരമായിട്ട്. അത് കഴിഞ്ഞപ്പോ പഴയ വഴി തന്നെ അയാൾ എന്നെ പറ്റിച്ചിട്ട് പോയി. ഇതാവട്ടെ, നമുക്ക് കൊഴുവ വറുത്തെടുക്കാം. ഈ ഉണക്കമീനൊക്കെ മേടിച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കഴുകണം കേട്ടോ. എവിടെയൊക്കെ ഇട്ട് ഉണക്കണേന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് നല്ല പോലെ തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചാൽ നല്ല പോലെ പിന്നെ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. അത് സാധാരണ ഇത് പച്ചനെയാണ് ഇട്ട് വെക്കാറ്. ചെന്നൈയിലും തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ വെക്കണത്. പക്ഷെ ഞാനൊന്ന് ആ പച്ച ചവ നമുക്ക് പറ്റില്ല. അപ്പൊ ഒന്ന് ഫ്രൈ ചെയ്യാനോ. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല ചൂട് ചോറടച്ചിട്ടില്ല. അല്ലെങ്കിൽ വീഡിയോ ചോറും കൂടി ഇട്ടാലായിരുന്നു.
ഉണക്കമീൻ എപ്പോഴും തിളച്ച വെള്ളത്തിൽ കഴുകുമ്പോൾ അതിൻ്റെ ഉപ്പും അഴുക്കും ഒക്കെ നല്ലോണം എന്നിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴുകി എടുത്താൽ മതി. നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ആയി. നമുക്ക് ഗ്യാസെടുത്ത് ഇപ്പുറത്തോട്ട് വയ്ക്കാം. നല്ല അടിപൊളി കറി കേട്ടോ. അത് ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. ഒത്തിരി വെള്ളം പാടില്ല. കറിക്ക് ഒന്ന് കുറുകി തന്നെ ഇരിക്കണം. ചോറ് കെട്ടാനും ഒക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. വറുത്ത് വെച്ച കൊഴുവ നമുക്ക് ഇതിലോട്ട് ഇടാം. എന്ത് സ്മെല്ല്, നല്ല സ്മെല്ല്, നല്ല ചൂട് ചോറും. വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് പോരുതേ കേട്ടോ. കറി ഇങ്ങനെ ഇരിക്കും കേട്ടോ. കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഒരു തുള്ളി പച്ചവെളിച്ചെണ്ണ കേട്ടോ. ഒത്തിരി ഒന്നും ഒഴിക്കണ്ട. നമ്മുടെ ഉണക്കമീൻ കറി റെഡി. നല്ല ടേസ്റ്റ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. എണ്ണയൊക്കെ തെളിയട്ടെ. ഇതാണ് ഇന്നത്തെ ഉണക്കമീൻ തമിഴ്നാട് ചെന്നൈ കറി, കുളമ്പ്, മീൻ കുളമ്പ്, ഉണക്കരിപാട് കറി എന്ന് പറയാട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ. ഓക്കെ.